ഹായ് സ്റ്റുഡൻസ്, ഇന്നെടുക്കുന്ന ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ്, അതായത് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു പോർഷനാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. അപ്പം ഇത്ര ദിവസം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൻ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും റെഡീം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ ഡിബെഞ്ചേഴ്സ് എങ്ങനെ വേണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്, ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ചെയ്യണത് എന്താണ്? ലോണോ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഡിബെഞ്ചേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിബെഞ്ചർ കൺസിസ്റ്റ് ഓഫ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എ കമ്പനി ഈസ് റിക്വയർഡ് ടു പേ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഒരു കമ്പനി എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് ആയിട്ട് എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിബെഞ്ചേഴ്സിന് കൊടുക്കുക. അങ്ങനെ ഇൻട്രസ്റ്റ് എന്ന റേറ്റിനെ പറയുന്നതാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയണത്. ഇൻട്രസ്റ്റ് മേ ബി പെയ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ കൂപ്പൺ റേറ്റ് എന്നാണ് പറയാറ്. എന്താണ് ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് എന്താണ് അതിനെ പറയണത്? കൂപ്പൺ റേറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് മേ ബി പെയ്ഡ് ആനുവലി ഒരു ഹാഫ് ഇയർലി. അതായത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആനുവലി വർഷം അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ പകുതി ഹാഫ് ഇയർലി ആയിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ട്. 6 മന്ത്സിലെ രീതിയിലായിരിക്കും ചിലപ്പം. മെയിൻ ജനറലി 6 മന്ത്സ് ആകുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് പേ ചെയ്യണത്. Generally, interest debenture is paid half yearly either on 31st March and 30th September. അതായത് 31 മാർച്ചിൽ പകുതിയാണെങ്കിൽ ആൻഡ് 30 സെപ്റ്റംബർ അല്ലെങ്കിൽ 30 ജൂൺ അല്ലെങ്കിൽ 31st ഡിസംബർ ഇൻ എവറി ഇയർ. സമയത്തൊക്കെയാണ് നമ്മൾ എന്താണ് ഡിബെഞ്ചേഴ്സ് നമ്മൾ അടയ്ക്കാം. The company is also interest on charges in charge against profit. അതായത് കമ്പനിക്ക് സംബന്ധിച്ചോളം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക, ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആവില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണത്? അത് വിചാരിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കില്ല. The company is also required to deduct income tax as prescribed rate. നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 10% ലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സും 20% അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സും ആണ്. ഇനി ദ എമൗണ്ട് ഓഫ് ടാക്സ് ഹാസ് ഡെപ്പോസിറ്റ് വിത്ത് ദി ഗവൺമെൻറ്. നമ്മുടെ ഈ ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെൻറ്റിന് തന്നെയാണ് കിട്ടുന്നത്. ഈ എമൗണ്ട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിലേക്ക് തന്നെ പോണത്. The gross amount interest is transferred to P&L account and tax deducted source is shown in the balance sheet under head current liability. നമ്മൾ ഇത് അപ്പോൾ ഇതിൽ ഗ്രോസ് എമൗണ്ട്, അത് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ഗ്രോസ് എമൗണ്ട് കാണിക്കുക. അതേപോലെ തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അണ്ടർ കറണ്ട് ലയബിലിറ്റിയിലാണ് നമ്മൾ കാണിക്കാറ്. അതുപോലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത് ഓൺ ഫേസ് വാല്യൂ ആൻഡ് നോട്ട് ഇഷ്യൂ പ്രൈസ്. അതായത് ഇൻട്രസ്റ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മുടെ ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണത് ഫേസ് വാല്യൂവിലാണ്, ഒരിക്കലും ഇഷ്യൂ പ്രൈസിലല്ല നമ്മൾ കാണും. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്രീമിയം ഉണ്ട് 12 രൂപ എന്ന് പറഞ്ഞാൽ 2 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇഷ്യൂ പ്രൈസിനല്ല, അപ്പോൾ ഫേസ് വാല്യൂ, ആ ഫേസ് വാല്യൂ പ്രൈസിനാണ് നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. The journal entries എന്ന് പറഞ്ഞിട്ട് the first one is when interest is due IR, interest due IR, interest on debentures account debtor to debentures holders account to income tax payable account. When interest is paid, debenture holder account debtor to bank account. For closure of debenture interest, statement of profit and loss account debtor to interest on debentures account. On payment of income tax deducted at source, income tax payable account debtor to bank. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജേണൽ എൻട്രീസ് ഒക്കെ ഒരുവിധം കാനോയിൻ്റെ പഠിച്ചിട്ട് ഇതൊക്കെ ആയില്ലോ. സോ അപ്പോൾ ക്ലോഷർ ഡിബെഞ്ചറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്, ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്.
ഇനി അപ്പോൾ ഒന്നും കൂടി പറയാം, ജേണൽ എൻട്രീസ് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റാണ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കമ്പനി ഡിബഞ്ചേഴ്സിന് എന്തായാലും ഒരു പലിശ കൊടുക്കും. അതൊരു ഫിക്സഡ് ആയിട്ട് എമൗണ്ട് തന്നെ ഫിക്സഡ് റേറ്റിൽ തന്നെയാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ ഈ കാര്യം കൊടുക്കണത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് അത് ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഒരു ക്ലോഷർ ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഇനി ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് അക്കൗണ്ട് പേയബിൾ ടു ബാങ്ക് അക്കൗണ്ട്. അതുപോലെ നോ ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ചെയ്യണം പേയബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ. ഇപ്പം നമ്മുടെ പറഞ്ഞു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചേഴ്സ് ഉണ്ടാവുന്ന ആ സമയത്ത് എന്തുവേണ്ട, ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊടുക്കണ്ട. അതാണ് എന്തെന്നാണ് നോ ഇൻട്രസ്റ്റ് ഇസ് പേയബിൾ ഡിബഞ്ചേഴ്സ് ഇസ് ഇഷ്യൂഡ് ആറ്റ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കോർഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത്. അതായത് അക്വേർഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റായി, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഡേറ്റായി പേബിൾ നമുക്ക് സ്പെസിഫിക് ഡേറ്റായി ഒന്നെങ്കിൽ 31 ഡിസംബർ ആൻഡ് 30 ജൂൺ ഒക്കെ ആ സമയം ഓൺ ഈച്ച് ഇയറിൽ ആ സമയമായ സമയത്ത് ഇൻട്രസ്റ്റ് എന്താ ചെയ്തില്ല, പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് അവരെ അടച്ചിട്ടില്ല, ഡ്യൂ ഡേറ്റ് ആയിട്ട് പോലും അവരെ അടച്ചിട്ടില്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണതാണ് ഡേറ്റ്സ് ഇറ്റ്സ് നോട്ട് പെയ്ഡ് ദെൻ ഇറ്റ് ഇസ് ട്രീറ്റഡ് ഈസ് ഇൻട്രസ്റ്റ് അക്വേർഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് നമ്മളതിനെ പറയണത്. സമയമൊക്കെ ആയി അടയ്ക്കേണ്ട സമയമായിട്ട് പോലും അടയ്ക്കാത്തതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും അടച്ചിട്ടില്ല, പലിശ കമ്പനി പറഞ്ഞ ഡേറ്റിനും കാര്യങ്ങളൊന്നും അടച്ചിട്ടില്ലെങ്കിൽ അതിനെ പറയണതാണ് ഇൻട്രസ്റ്റ് അക്വേർഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പേയബിൾ ഓൺ സ്പെസിഫിക് ഡേറ്റ്സ് സേ 31 ഡിസംബർ ആൻഡ് 30th ജൂൺ ഇൻ ഈച്ച് ഇയർ. അല്ലെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കളക്ട് ചെയ്യണത് ഹാഫ് ഇയർലി ആണ്, അല്ല 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറലി പൊതുവായിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം ആ ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഡേറ്റ്സിൽ അടച്ചിട്ടില്ലെങ്കിൽ ഇഫ് ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഡേറ്റ് നോട്ട് പെയ്ഡ് ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ് അക്വേർഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എന്നാകും. If amount remains unpaid, the date of balance sheet will shown in the balance sheet under non-current liability under the head long-term borrowings. ഈ സമയത്ത് അടച്ചില്ലേ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് ആയിട്ടുള്ളതാണ് ഈ കാര്യം എനിക്ക് ലോങ് ടേം ബോറോവിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്. കാരണം അത് ലയബിലിറ്റി അല്ലേ, നമ്മളെ ഒരു ആൾക്കാർ പറയുമ്പോൾ അതിന് ലയബിലിറ്റിയാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതൊരു ലയബിലിറ്റിയാണ്, അല്ലെ ഒരു ബാധ്യതയാണ്. ആ സമയമായിട്ട് പോലും അത് അടയ്ക്കാത്തത് എന്ന് പറഞ്ഞത് അതൊരു ബാധ്യതയാണ്, കടബാധ്യത പോലെ തന്നെയാണ്. സോ അങ്ങനെ കടബാധ്യതകളാകുമ്പോൾ അതിനെ ഷോൺ ചെയ്യുന്നത് നോൺ കറൻറ്റ് ലയബിലിറ്റി എന്നും പറഞ്ഞിട്ടാണ് അതിനെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ്. നമ്മൾ ഫ്രാക്ഷൻ ഷെയർസ് പഠിച്ചിട്ടുണ്ട്. ഈ ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ് ആണ് അറൈസ് പെർട്ടിക്കുലർ വെൻ ഡിബഞ്ചർ ഐ ഇഷ്യൂഡ് ഓൺ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ എപ്പോഴും അതർ ദാൻ ക്യാഷിലെ രീതിയിൽ ഫ്രാക്ഷൻ കൊടുക്കാണ്ട് ഇപ്പോൾ അതർ ദാൻ ക്യാഷ് ആയിട്ട്, ഇപ്പോൾ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്യൂ ടു വെൻഡ് ഫോർ അസറ്റ് പർച്ചേസ്. ഇപ്പോൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരെന്താ ഡിബഞ്ചറായിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഒരു ബിസിനസ് സെയിൽ ചെയ്യുന്ന സമയത്ത് അവർ എന്താ പറയുക ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിബഞ്ചറായിട്ടായിരിക്കും. അപ്പോൾ ക്യാഷ് രീതിയിലല്ലാണ്ട് അതർ ദാൻ ക്യാഷ് ആയിട്ട് രീതിയിലാണെങ്കിലാണ് ഫ്രാക്ഷൻസ് വരുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ്, അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷൻ. ഡിബഞ്ചേഴ്സ് കനോട്ട് ബി ഇഷ്യൂഡ് ഇൻ ഫ്രാക്ഷൻസ്. സാധാരണ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഫ്രാക്ഷൻസിലെ ഇഷ്യൂ ചെയ്യാൻ എന്താ സാധാരണ പറ്റണില്ല. ബട്ട് ഫ്രാക്ഷൻസ് അറൈസ് വെൻ ഡിബഞ്ചർ ഇഷ്യൂ ഇൻ സെർട്ടൻ റേഷ്യൻസ്. സാധാരണ പോലെ ഷെയർസ് പോലെ നമുക്ക് ഫ്രാക്ഷൻ രീതിയിൽ ഡിബഞ്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബട്ട് ഫ്രാക്ഷൻസ് അറൈസ് ഡിബഞ്ചർ ഇഷ്യൂഡ് സർട്ടൻ റേഷ്യോസ്. പക്ഷേ പെർട്ടിക്കുലർ റേഷ്യോസിൽ ഇപ്പോൾ 3/2 3/4 അങ്ങനെ പറഞ്ഞിട്ട് ഫ്രാക്ഷൻസിൽ അറൈസ് ചെയ്തിട്ട് അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷുഡ് ബി
സെറ്റിൽ ഇൻ ക്യാഷ്. ബാക്കി പകുതി ക്യാഷായിട്ട് സെറ്റിൽ ചെയ്യുക ചെയ്യണം. അപ്പോൾ ഫ്രാക്ഷൻ്റെ പകുതിയിൽ അവരെന്ത് ചെയ്യണം, ഫ്രാക്ഷനായിട്ട് അതിന് ക്യാഷായിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതർ ദാൻ ക്യാഷ് ആയിട്ടില്ലെങ്കിലും ക്യാഷ് രീതിയിലാണ് എന്തെന്നുള്ളത് ഈ ഫ്രാക്ഷൻസ് ഓഫ് ഡിബെഞ്ചേഴ്സ് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളമുള്ള ക്ലാസ്. ഇനി നമ്മൾ എന്താ പറയുക, അത് നമ്മൾ ഫ്രാക്ഷൻ രീതിയിൽ അതൊന്നുമില്ല. നമുക്ക് ഇനി കൂടെ ഇനി ഒരു പ്രോബ്ലം കാര്യങ്ങളുള്ളോ അത് ചെയ്ത് ചെയ്യാം. നമുക്ക് അത് ക്വസ്റ്റ്യൻ ഇട്ട് തരാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.